യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന വരികൾ ദീർഘദർശിയായ കുഞ്ഞുണ്ണിമാഷ് കുറിച്ചത് ഒരുപക്ഷെ പാറേക്കര പാതിരിയെക്കുറിച്ചായിരിക്കും. കുഞ്ഞുണ്ണിമാഷിനെ വെറും കവിയൊന്നും വിശേഷിപ്പിച്ച് കളയരുത്. വചനം വിറ്റ് അതിസമ്പന്നതയിലേക്ക് വളർന്ന വചനക്കച്ചവടക്കാരനായ പാറേക്കര പാതിരിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ മുൻപ് പറഞ്ഞ് തച്ചു മേടിച്ചു പോയ ഒരു കലാപരിപാടിയുടെ തലക്കെട്ടാണ്. വന്ന വഴി ഓർമ്മയുണ്ടോ? വന്ന വഴി ഓർമ്മയുണ്ടോ? അതെ, അതാണ് ഞങ്ങൾക്കും ചോദിക്കുവാനുള്ളത്. പാതിരി, വന്ന വഴി ഓർമ്മയുണ്ടോ എന്ന്. ചിരിച്ചാൽ മോണയിൽ നിന്നും വാട്ടുകപ്പയുടെ ചീള് തെറിച്ചിരുന്ന കാലം. ഇന്ന് സാൽമൺ ഫിഷ് ബേക്ക് ചെയ്തേ നിങ്ങൾ തിന്നു. കോംബ്ലാനെ കൂച്ചു. ദാരിദ്ര്യം പോലും വിളിച്ചു പറഞ്ഞ് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ച നിങ്ങളെ ഞങ്ങൾ ആ പഴയ കഥാപ്രസംഗം ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു, സ്മരണയുണ്ടാകുവാൻ. പിറന്നു വീണ ചെറ്റക്കുടിൽ ഓർമ്മയുണ്ടോ? ഇഴഞ്ഞു നടന്ന ചാണകം മെഴുകിയ തറയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അത്താഴം നിറച്ചുണ്ണാൻ കിട്ടാഞ്ഞിട്ട് കരഞ്ഞുറങ്ങിയ ആ യാമങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെയൊക്കെ ജനറേഷനിൽ അതിനൊന്നും സാധ്യത കാണില്ല അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറന്നു വീണത് ചെറ്റക്കുടിലാണ്, ഇഴഞ്ഞു നടന്നത് ചാണകം മെഴുകിയ തറയിലാണ്. ഇനി ഇദ്ദേഹത്തെ അടുത്തറിയുന്നവരുടെ പ്രതികരണങ്ങൾ കേൾക്കുക. സുനിലെ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അച്ഛൻ്റെ ലാൻഡിങ് നോട്ടുണ്ടല്ലോ, ഓരോ വാചകവും ലാൻഡ് ചെയ്യുന്നത്. ഇവൻ ഭയങ്കര ക്വയറ്റാണ്. ഇവൻ ജീവിതത്തിൽ ഇന്നൊരു വാദം സംസാരിച്ചിട്ടില്ല. ഇതാണ് ക്ലാസ്. അതിനകത്ത് ഞങ്ങൾ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ വളരെ കറക്റ്റ് കാര്യങ്ങളാണ് കേട്ടോ. പണ്ട് അച്ഛൻ ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചൊക്കെ, ഒത്തിരി ത്യാഗമൊക്കെ സഹിച്ചൊക്കെയാണ് പണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി ഇടയ്ക്ക് സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവത്തിലെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഒരു സുവിശേഷ സംഘടനയുണ്ട്, ആദിവാസികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കണേ. അതിലൊക്കെ പുള്ളി വന്നു വിട്ട് അതിൽ പുള്ളിക്ക് ഒത്തിരി വേദിയിട്ട് പ്രസംഗിക്കാനായിട്ട്. അങ്ങനെയാണ് പുള്ളി അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ വാക്ചാതുര്യം ഭയങ്കര, സംസാരിക്കാൻ അറിയാം. അപ്പോൾ പുള്ളിയുടെ പ്രസംഗമൊക്കെ ഭയങ്കര ഹിറ്റായി. പിന്നെ പുള്ളിയുടെ മൈൻഡൊക്കെ മാറി. പണ്ട് പക്ക സുവിശേഷമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ പുള്ളിയുടെ മൈൻഡ് ഇപ്പോൾ പക്ക ബിസിനസ്സായി പുള്ളി. അതായത് നിങ്ങൾ പറഞ്ഞിട്ട് വചനം വിറ്റ് ജീവിക്കുക തന്നെയായിരുന്നു. കോടിക്കണക്കിന് കാശായി. കോതമംഗലത്ത് വലിയൊരു കോടീശ്വരൻ തന്നെ പറയാം. കാരണം വർഷങ്ങളായി പുള്ളിക്ക് വലിയ വലിയ പ്രോഗ്രാംസിന് മാത്രമേ പോവുള്ളൂ. ചെറിയ പ്രോഗ്രാംസൊന്നും പുള്ളി പോകില്ല. 500 രൂപയുടെ പരിപാടിക്കൊന്നും പുള്ളി പോകില്ല. 5000 കുറഞ്ഞ പരിപാടി ഇല്ല പുള്ളിക്ക്. 500 ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോവുള്ളൂ. നമ്മളൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എണ്ണം ചോദിക്കും, എത്ര പേരുണ്ടാവും എന്ന് ചോദിക്കും. ഒരു 500 മേളിൽ പറഞ്ഞാൽ പുള്ളി ഡേറ്റ് കുറിക്കുള്ളൂ. വലിയ കൺവെൻഷനൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റിന് പുള്ളി പ്രസംഗിച്ചു, അടുത്ത വർഷം പുള്ളി തന്നെ അവരുടെ വിളിച്ച് തന്നെ ഡേറ്റ് കുറിക്കും. അടുത്ത വർഷം ഞാൻ വന്നേക്കാന്നൊക്കെ പറയും, നന്നായിട്ട് പൈസ കൊടുക്കുവാണെങ്കിൽ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റാണ്. ജീവിതം ഭയങ്കര ആർഭാടാണ്. പണ്ട് TV കാണാനൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പോൾ വെള്ളിക്കാട്ടെ ഹോം തിയേറ്റർ ഒരു വീട്ടിലുണ്ട്. പണ്ട് പട്ടീനെ കുറ്റം പറഞ്ഞാണ്. വില കൂടിയ പട്ടികൾ. വൻ സെറ്റപ്പിലാണ് ജീവിതം. വിദേശ നാടുകളിൽ പ്രസംഗിക്കാനാണ് ഇപ്പം ഇഷ്ടം. സഭയിലൊന്നും ആരും ഒന്നും മിണ്ടൂല. പുള്ളിയോടൊക്കെ സംസാരിച്ചമാർക്കൊരു പേടിയാന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ആരോട് വെച്ചാൽ ഇതൊക്കെ തന്നെ പറയുള്ളൂ. ഓക്കെ സുനിലേട്ടാ, നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് കേട്ടോ. നിങ്ങൾ പക്ക കാര്യങ്ങൾ തന്നെയാണ് വിളിച്ചത് കൊണ്ടിരുന്നത്. അതേപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഷിബു പീഡിയക്ക് എന്ന് പറഞ്ഞ ലോക ഫ്രോഡുണ്ട്. പുള്ളി പണ്ട് പെന്തക്കോസ്ത് സഭയിൽ സകല നാർത്തരവും കാണിച്ച് പെണ്ണുപിടുത്തവും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സുറിയാനി സഭയിട്ട് വന്നേക്കാണ്. പക്ഷേ സുറിയാനി സഭയിൽ അംഗത്വം കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളി സുറിയാനി സഭയെ പൊക്കി പിടിച്ച് സുറിയാനി സഭയുടെ പാട്ടുകളൊക്കെ പൊക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ട്. അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചത് കൊണ്ടുവരണം കേട്ടോ. ലോക ഫ്രോഡ് എന്ന് വെച്ചാൽ ലോക ഫ്രോഡാ. ഈ അവസാന നാളിൽ പിശാച് വരുമെന്ന് പറയണല്ലോ, എന്നാൽ പോലെ തന്നെയാണ് പുള്ളി. കുറേ ഈ ശുശ്രൂഷയുടെ കുറേ പാട്ടുകളും അതൊക്കെ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ പ്രസംഗമാണ്. ടെക്സാസിലെങ്ങാണ്ടാണ് പുള്ളി ഇപ്പോൾ. പെന്തക്കോസ്ത് സഭയിൽ എല്ലാ ചരിത്രം കഴിഞ്ഞിട്ടാണോ വന്നത്? പെന്തക്കോസ്ത് സഭയോട് ചോദിച്ചറിയാം പുള്ളിയെ കുറിച്ച്. സത്യത്തില് ഇത് ഈ വചനം വിറ്റ് കാശാക്കി ജീവിക്കുന്ന ജീവന്റെ വഴികൾ എന്നുള്ളത് ജീവന്റെ മാർഗമായി, ജീവിതത്തിന്റെ മാർഗമായി. മനസ്സിലായി? ജീവന്റെ വഴികളല്ല, ജീവിതത്തിന്റെ മാർഗമായത്. ഞാൻ അതല്ലേ പറഞ്ഞേ, ക്രിസ്തു വചനത്തിന് വേണ്ടി ജീവിക്കുന്നവരും വചനം കൊണ്ട് ജീവിക്കുന്നവരും ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഇറക്കിയതായിരുന്നു. ഇവരുടെയൊക്കെ ഈ ക്രിയകൾ കാണും തോറും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മാറിപ്പോവുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.